ചൈതന്യ മഠ് ഭക്തി സിദ്ധാന്ത മഹാരാജ് ഉണ്ടാക്കിയ മഠമാണിത്. ബർത്ത് പ്ലേസിൻ്റെ അടുത്ത് തന്നെ ഇതുണ്ട്. ഇവിടെ ഭക്തിസിദ്ധാന്ത മഹാരാജിൻ്റെ സമാധി, ഭജൻ കുടീർ, ഗൗരകിഷോർ ദാസ് ബാബാജിയുടെ ഭജൻ കുടീറൊക്കെ കാണാൻ പറ്റും. ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ സമാധിയാണ്. ഇവിടെ ഭക്തി സിദ്ധാന്ത മഹാരാജ് ഇൻസ്റ്റാൾ ചെയ്ത രാധാകൃഷ്ണനെ കാണാം. ശ്രീ മാധവാചാര്യ 4 സമ്പ്രദായത്തിനെക്കുറിച്ചും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ശുദ്ധ അദ്വൈതാചാര്യ ശ്രീ വിഷ്ണു സ്വാമി, ഇത് ദ്വൈത അദ്വൈതാചാര്യ ശ്രീ നിംബർഗസ്വാമി, വിശിഷ്ട അദ്വൈതാചാര്യ ശ്രീ രാമാനുജാചാര്യ. 4 സമ്പ്രദായം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഗുരു ഗൗരംഗാണ് നേരത്തെ കണ്ടത് നമ്മൾ. പിന്നെ ഗന്ധർവിഹ ഗിരിധാരി, അതാണ് ഭഗവാന്റെ പേര്. ഭക്തിസിദ്ധാന്ത മഹാരാജ് ഇൻസ്റ്റാൾ ചെയ്ത DT-യാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇത് ഭക്തിസിദ്ധാന്ത മഹാരാജ് യൂസ് ചെയ്ത ഷൂ ആണ്. ഈ സൈഡിൽ കാണുന്ന ഈ കല്ല് ചാതുർമാസ്യം 4 മാസം വ്രതം അനുഷ്ഠിച്ചിട്ട് ഈ കല്ലിൽ തറയിൽ ചോറിട്ടാണ് അദ്ദേഹം കഴിക്കുന്നത്. ഒരു നേരമേ കഴിക്കത്തുള്ളൂ. ഇങ്ങനെ 4 മാസം തപസ്സെടുത്തതാണ് ചാതുർമാസ്യം. ഇത് അദ്ദേഹത്തിന് യൂസ് ചെയ്ത വസ്ത്രങ്ങൾ പോലും അവരങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തമാല വൃക്ഷമാണ്. ഇത് കാദംബ വൃക്ഷം. ഒരെണ്ണം കൃഷ്ണൻ്റെ ശരീരത്തിൻ്റെ കളറും ഒരെണ്ണം കൃഷ്ണൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഗന്ധവും. അങ്ങനെയാണ് തമാല വൃക്ഷം കാദംബ വൃക്ഷം രണ്ടുമുണ്ട്. ഇത് ഗിരി ഗോവർദ്ധനാണ്. ഈ കല്ലുകളെല്ലാം, അതായത് ഗോവർദ്ധൻ ശിലയെല്ലാം ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഗോവർദ്ധൻ തന്നെയാണ്. ഇവിടെ രാധാകുണ്ട്, ശ്യാമകുണ്ട് എല്ലാം ഉണ്ട്. ഇത് രാധാകുണ്ടമാണ്. നവദ്വീപിലെ രാധാകുണ്ടം.